പിണറായി വിജയൻ്റെ ഇന്നത്തെ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം വന്നുപോയി. നമുക്ക് പിണറായിയെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല, പിണറായി ആയിരിക്കുന്ന പാർട്ടിയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. പിണറായി എന്ന് പറയുന്ന പാർട്ടിയെ കൈവെള്ളയിൽ വെച്ച് നടന്നിരുന്ന അവസാന വാക്കായിരുന്ന ആ മനുഷ്യൻ ഒന്നും മിണ്ടാനാവാതെ, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും ഒരു ഘട്ടത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അയാളെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ എന്നുള്ളതല്ലേ, നമുക്ക് അയാളോട് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പും സ്നേഹവും അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത കാര്യങ്ങളോടൊക്കെ നിലപാടുകളോട് വിയോജിപ്പും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് ഞാൻ CPM-ൻ്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റിയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അവസ്ഥയെപ്പറ്റിയും അതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റിയും പറയാം. കണ്ടോളൂ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായ രീതിയാണ് സാറേ. LOP പറയേണ്ടതാണ്. എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? LOP പറയേണ്ടതാണ്. എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവർ പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. പ്രതിപക്ഷ നേതാവ് ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. ഇന്ന് നിയമസഭ നടന്നൊരു കാര്യമാണ്. അതായത് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം അടിച്ചു കയറിപ്പോവാണ്. സാധാരണ പ്രതിപക്ഷമാണല്ലോ ഭരണപക്ഷത്തെ ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ തിരിച്ച് ഭരണപക്ഷം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷ ഉപനേതാവ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പ്രതികരിക്കാതിരിക്കുന്ന പിണറായി വിജയനെ നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞുകൂടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നോക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷം സൈലൻ്റ് ആയിട്ട് ഭരണപക്ഷം അത്രമേൽ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ, അതും ഭരണപക്ഷത്തിൻ്റെ പ്രധാന നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി അത്രമേൽ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രതിപക്ഷം ആകെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ അവരെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷേ പിണറായി വിജയൻ ഇത്ര സീനിയറിൽ അദ്ദേഹത്തെ ഇങ്ങനെ നേരിടാവോ എന്നൊക്കെ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്. പിണറായി വിജയൻ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും 19 വർഷം കേരളത്തിൻ്റെ മുഖ്യധാര എന്നൊരു മനുഷ്യ, CPM പോലൊരു പാർട്ടിയുടെ അവസാന വാക്ക്, കേരളം കണ്ട ഏറ്റവും പവർഫുൾ ലീഡേഴ്സ് ഒരാളാണ്. പവർഫുൾ, ഞാൻ പറയുന്നത് കരുണാമയനെന്നോ ജനനായകനെന്നോ ജനങ്ങളുടെ ലീഡറെന്നല്ല, പവർഫുൾ. അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഒരു പാർട്ടി ചലിച്ചിരുന്ന 10-25 വയസ്സ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രായം 10-25-28 വർഷം ആ പാർട്ടിയെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു 40 വർഷത്തോളമായിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരാളാണ് ഇങ്ങനെ ആളുകളാൽ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. പിണറായി വിജയന് പറ്റിപ്പോയത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അത്രമേൽ എക്സ്പോസ്ഡ് ആകില്ല. കാരണം നമുക്ക് ഡാറ്റകൾ കിട്ടും, നമ്മൾ ഭരിക്കുന്നു, നമ്മുടെ കൂടെ ഉദ്യോഗസ്ഥരുണ്ട്, നമ്മൾ എക്സ്പോസ്ഡ് ആകാതിരിക്കാൻ ഉള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, പ്രതിപക്ഷത്ത് വൈബ്രൻ്റ് ആയിട്ടുള്ള അടിച്ചു നിൽക്കാൻ പറ്റുന്ന, അതും ഭരണപക്ഷത്ത് മുഖ്യമന്ത്രിയായിട്ട് VD സതീശനെ പോലെ അത്രമേൽ വാക്ചാതുര്യമുള്ള ഒരാളിരിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് അത്രമേൽ അടിച്ചു കയറി പോകാൻ പറ്റുന്ന ഒരാൾ വേണം. CPM-ന് റൈറ്റ് നോ മിസ്സാകുന്നതും അങ്ങനെ ഒരാളെ. അപ്പം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആൾ വയ്യാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ CPM വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം CPM-നെ പോലെ ഒരു പാർട്ടി ഇവിടെ വേണ്ടത് അനിവാര്യതയാണ്. ഈ പറയുന്ന ഈ രണ്ട് മുന്നണികൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിൻ്റെ അനിവാര്യതയാണ്. 5 വർഷം UDF-ഉം 5 വർഷം LDF-ഉം ഒക്കെ ഭരിച്ചു പോകുന്നതാണ് കേരളത്തിന് നല്ലത്. അങ്ങനെ ഇടയ്ക്കൊന്നും ഉണ്ടാകാതിരുന്നത് കേരളത്തിന് ദോഷമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഇപ്പോൾ CPM അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ലീഡറിനെ CPM-നോട് പ്ലേസ് ചെയ്യാൻ സാധിക്കാനും, ഇനിയും CPM-നുള്ള ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ചാടിക്കറി മാറാൻ പറ്റില്ല. ഒരു 2 വർഷം വെയിറ്റ് ചെയ്തിട്ട് മാറി പുതിയൊരാൾക്ക് പിണറായി വിജയൻ അവസരം കൊടുക്കുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ CPM വലിയൊരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. നമുക്ക് CPM-നെയും കുറ്റം പറയാൻ പറ്റില്ല, പിണറായി വിജയനെയും കുറ്റം പറയാൻ പറ്റില്ല. പിണറായി വിജയനെ പോലെ സീനിയറായിട്ടുള്ള ആൾ അവിടെ ഇരിക്കുമ്പോൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യാത്തതിന് നമുക്ക് ബാലഗോപാലിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ബാലഗോപാൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അതേസമയം പിണറായി വിജയൻ പ്രതികരിക്കാത്തതിനും കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വയ്യായി. ഇതിനകത്ത് പറ്റുന്ന ചോയ്സ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം മാറി മറ്റാർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. നിനക്കിതൊക്കെ പറയാൻ ഓരോ അവകാശവും ഇല്ല എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നീ ഇത് പറയാൻ ആരാണ്? ഞാൻ കേരളത്തിലൊരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ ഇവിടെ CPM വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഉള്ളിൽ നിന്ന് തന്നെ കേട്ടോ, ചുമ്മാ പറയുന്നതല്ല, ഉള്ളിൽ നിന്ന് തന്നെ CPM എന്ന് പറയുന്ന പാർട്ടി ഇവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് പറയുന്നത്.